ഇന്നത്തെ റെസിപ്പി വന്നിട്ട് സദ്യ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പോൾ ആദ്യം 3 തരത്തിലുള്ള പച്ചടികളുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിനായിട്ട് ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിന് എടുക്കണം. അത് മാറ്റി വയ്ക്കുക. അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കടുകും ജീരകവും ചെറിയ ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു അരപ്പ് തന്നെയാണ് നമ്മൾ ഈ 3 പച്ചടികൾക്കും അരപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചാറിലിട്ട് അരച്ച ആ ബീട്രൂട്ട് മിക്സ് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പിൽ നിന്ന് ഒരു 2-3 സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള തൈര് എടുക്കുക. അപ്പം ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും സ്പൂൺ വെച്ചൊന്ന് ഇളക്കി അത് യോജിപ്പിച്ച് കൊടുക്കണം. തൈര് എല്ലാ ഭാഗത്തും കുടിച്ചു കിട്ടുന്ന രീതിയിൽ. ഇനി നമുക്കിതിൽ താളിപ്പും കൂടെ ഉള്ളു. അപ്പോൾ പച്ചടികളെല്ലാം നമുക്ക് തലേ ദിവസമേ ചെയ്ത് വയ്ക്കാം. അപ്പം നമുക്ക് മറ്റുള്ള റെസിപ്പീസ് അടുത്ത ദിവസം ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് താളിപ്പ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ താളിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. അപ്പം ഞാനിവിടെ സലാഡ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ വെള്ളരിക്കയിലും ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് വേവിക്കാൻ വെച്ചത് അതുപോലെ ഇച്ചിരി പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷമാണ് ഞാൻ അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക. വീണ്ടും നമുക്കതിൽ താളിപ്പ് നടത്താം. അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടിയും തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഏത്തക്ക എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഞാൻ റെസിപ്പി ചെയ്യാൻ എടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് സെയിം അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതായതുകൊണ്ട് അതിൽ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലാണ് തിളപ്പിക്കുന്ന സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കട്ട തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് താളിച്ചും കൂടെ എടുത്താൽ നമ്മുടെ ഏത്തക്ക പച്ചടിയും ഇവിടെ തയ്യാറായി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോ പച്ചടിക്കും ഓരോ ടേസ്റ്റാണ്. ഇതിന് ഒരു സ്വീറ്റ്നെസ്സും പക്ഷെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഒഴിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണേ. സദ്യ സ്പെഷ്യലായിട്ടുള്ള 3 തരത്തിലുള്ള പച്ചടികളും തയ്യാറായിട്ടുണ്ട്. ഇനി തയ്യാറാക്കാൻ പോകുന്നത് ഒഴിച്ചു കറിയിൽ സാമ്പാറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ എല്ലാ പച്ചക്കറികളും ഇവിടെ കഴിക്കുന്ന എല്ലാ പച്ചക്കറിയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിരിക്കുന്ന സാമ്പാർ പരിപ്പും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുക. വേവെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പച്ചക്കറികൾ നമുക്കതിലിട്ട് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കുറച്ച് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലെ ഇച്ചിരി മുളക് പൊടിയും പിന്നെ നമ്മുടെ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയും ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിലാണ് ഞാനിതിൽ വെച്ചേക്കുന്നത്. കാരണം ഇതിൽ വേവുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും. വേവാത്തത് വേണ്ടിയാണ് ഒരു 3-4 വിസിൽ വരെ വെച്ചേക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പാകമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇച്ചിരി കായം ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കാരണം സാമ്പാർ പൊടിയിൽ കായം ഉണ്ട്. അപ്പോൾ ആദ്യം അത് നമ്മൾ ഇട്ട് കൊടുക്കണ്ട, കാരണം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കടുകും കൂടെ താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ അവസാനമായിട്ട് നമ്മുടെ ഇലയിൽ നമ്മൾ പായസം വിളമ്പും. അപ്പോൾ പായസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് അടയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഉരുക്കിയെടുത്തു. അട നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ശർക്കര പാനി നമുക്ക് ഒരു പാനിൽ നമ്മൾ പായസം തയ്യാറാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന അടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് അടേനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നുറുക്കി കൊടുത്താൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് നെയ്യാണുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ ശർക്കര പാനി ഒഴിക്കണതിന് മുന്നേ അട നന്നായിട്ട് വെന്തിരിക്കണം. ശർക്കര ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ കിടന്ന് പിന്നെ ഇത് തിളക്കിയാൽ മാത്രമേ ഉള്ളൂ, വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ അതിനെ വേവിച്ചൊന്നും എടുക്കണം. കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ആ സമയത്ത് രണ്ടാം പാലും ഒന്നാം പാലും തയ്യാറാക്കി എടുക്കുക. ഇത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് വീണ്ടും കുറുകി വരുന്ന സമയത്ത് അടപ്പ് തുറന്ന് നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ വേണ്ടി വെക്കരുത്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പായസം കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് തണുക്കുമ്പം അതനുസരിച്ച് നമുക്കിത് കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഓണ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വിഭവങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.